ഈ രാഹുൽ ഗാന്ധി എങ്ങനെ ഏതർത്ഥത്തിലാണ് രാഹുൽ ഗാന്ധി ഒരു ഇന്ത്യൻ നേതാവായിട്ട് കണക്കാക്കാൻ പറ്റുന്നത്? ഒരു ചെറിയ ഉദാഹരണം പറയും. സെൻസ് ഉള്ളവരാരേലും അമേരിക്കയിലും ബ്രിട്ടനിലും പോയി നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ചീത്ത പറയുമോ? മോഡിയെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം രാഹുൽ ഗാന്ധിക്കല്ല, ഇവിടെ പലർക്കും ഉണ്ടല്ലോ, നമ്മളിൽ തന്നെ പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങളാണ്. പക്ഷെ അതിവിടെയാണ് പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഇവിടെ വന്നിട്ട്, ബൈഡൻ ഇവിടെ വന്നിട്ട് ട്രംപിന് ചീത്ത പറയുമോ? ഒന്നാലോചിച്ച് നോക്കി, എത്ര അപക്വമായ ഒരു മനസ്സാണ് അദ്ദേഹത്തിനുള്ളത്. 2, ഇദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ ഹിമാലയൻ ബ്ലണ്ടറല്ലേ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകണ്ടെന്ന് തീരുമാനിച്ചത്. സാധാരണഗതിയിൽ കേരള കോൺഗ്രസ് മാണി സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ പുലരും തോറും വളരുകയും വളരും തോറും പുലരുകയും ചെയ്യുന്നൊരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അപ്പോൾ സാധാരണഗതിയിൽ ഈ പിളർന്ന എല്ലാ കേരള കോൺഗ്രസും നേതാവിൻ്റെ പേരിൻ്റെ ബ്രാക്കറ്റിൽ അറിയപ്പെടുകയാണ് ചെയ്യുന്നത്. PC ജോർജിനോട് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് പുള്ളിക്ക് ക്ലാരിറ്റി ഉണ്ട് എന്ന് മാത്രമല്ല, പിണറായി വിജയനെ ഞാൻ മര്യാദ പഠിപ്പിക്കും എന്നുള്ള ശൈലിയിലാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. അപ്പോൾ ആ വാക്കുകൾക്ക് പിന്നിൽ മറ്റൊരു ശക്തി ഉണ്ടല്ലോ എന്ന് ഞാൻ സാധാരണ PC ജോർജ് പറയുന്നത് എതിരാളിയെ വെല്ലുവിളിക്കുന്ന ഒരു ശബ്ദത്തിലാണെങ്കിൽ, ഇവിടെ പിണറായി വിജയനെ ഇങ്ങനെ വിട്ടാൽ പോരാ എന്നുള്ള ഒരു കലിപ്പൻ ശബ്ദമായിരുന്നു. ചുരുക്കത്തിൽ സഹായിക്കുകയാണോ ദ്രോഹിക്കുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം കേരളത്തിലെ ജനങ്ങളോടാണ് ഇത് പറയുന്നതെന്ന് മനസ്സിലാക്കാതെ വായി വരുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ജനം ഇതെങ്ങനെ എടുക്കും എന്ന് അറിയാമെങ്കിൽ, കേരളത്തിലെ ഇന്നത്തെ ജനങ്ങളുടെ മൈൻഡ് സെറ്റ് അറിയാവുന്ന നേതാക്കന്മാർ വളരെ സൂക്ഷിച്ചും ആലോചിച്ചുമൊക്കെ പറയത്തുള്ളൂ. പക്ഷേ PC ജോർജ് ഈ NDAയിലേക്ക് വന്നപ്പോൾ അവിടെ കിട്ടുന്ന ചില സന്ദേശങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, BJP-ആയിട്ട് അകന്നു നിന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഒരു വിഭാഗത്തിന് PC ജോർജിലേക്ക് BJP-യിലേക്ക്, അതായത് പാർട്ടിയിലേക്ക് തന്നെ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളൊരു പരീക്ഷണം കൂടെ ആയിരിക്കും ഒരു പക്ഷേ. അതും രാഹുൽ ഗാന്ധിക്കൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചെയ്യാൻ പറ്റില്ല. അതിനുള്ള സ്റ്റഫ് അദ്ദേഹത്തിന് ഇല്ല, അതിനുള്ള മെറ്റീരിയൽ അല്ല രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിനെ എത്ര ശ്രമിച്ചാലും നമുക്ക് അദ്ദേഹത്തിനെ കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പദവിയിലേക്ക് ഒരു സ്ഥാനാർത്ഥിയാക്കാൻ പോലും പറ്റിയില്ല. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ കോന്നി ഗോകുമാർ. സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് വളരെ ഗഹനമായി നിരീക്ഷിക്കുകയും അതിൽ തൻ്റേതായ തനത് ശൈലിയിൽ അഭിപ്രായം പറയുകയും ചെയ്യുന്ന പ്രൊഫസർ കോന്നി ഗോകുമാറിന് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ സംഭവിക്കുന്ന രാഷ്ട്രീയ വികാസങ്ങളെക്കുറിച്ച്, BJP-യുടെ ഇടപെടലുകളെക്കുറിച്ച്, PC ജോർജിൻ്റെ കടന്നുവരവിനെക്കുറിച്ച്, മോദിയുടെ തകർപ്പൻ ഷോകളെക്കുറിച്ച് ഒക്കെ സ്വന്തമായ പല അഭിപ്രായങ്ങളും ഉണ്ടാവാം. എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? ഇപ്പോഴിതാ PC ജോർജ് BJP-യിലേക്ക് ചേർന്നിരിക്കുന്നു. നരേന്ദ്രമോദി കേരളത്തിലെത്തിയപ്പോൾ വലിയ തരംഗം സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം ദില്ലിയിലേക്ക് മടങ്ങിപ്പോയത്. റോഡ് ഷോ മാത്രമല്ല, സുരേഷ് ഗോപിയുടെ വിവാഹപ്പന്തലിലെത്തിയ മോദി സ്വീകരിച്ചത് കേരളത്തിലെ ഒരു സാംസ്കാരിക സമൂഹത്തെ തന്നെയാണ്, ഇവിടുത്തെ ഏറ്റവും തലമുതിർന്ന സിനിമ താരങ്ങളെ, സൂപ്പർ സ്റ്റാറുകളെ അടക്കം. അപ്പോൾ ആ തലങ്ങളിൽ വലിയ അലയൊലികൾ സൃഷ്ടിച്ചു. സിനിമ സാഹിത്യ ലോകത്ത് നിന്ന് ഒരുപാട് ആളുകൾ BJP-യിലേക്ക് വരുന്നു. കോൺഗ്രസ് പാളയത്തിൽ നിന്ന് പലരും BJP-യിലേക്ക് ചേക്കേറും എന്ന പ്രചരണം ശക്തമാണ്. അതിനിടയിൽ PC ജോർജ് അപ്രതീക്ഷിതമായി ദില്ലിയിലേക്ക് ചെന്ന് അമിത്ഷാ മുൻകൈയെടുത്ത് BJP പാളയത്തിലെത്തിയിരിക്കുന്നു. അവിടെ നിന്ന് PC ജോർജ് പറഞ്ഞിരിക്കുന്നത് ഇനി കേരളം പിടിക്കുമെന്നാണ്. PC ജോർജിന് അത്ര ശക്തിയുണ്ടോ? ഈ PC ജോർജിന് ഇത്രയേറെ പ്രാധാന്യം കൊടുത്ത് BJP ഏറ്റെടുക്കേണ്ട ആവശ്യങ്ങളുണ്ടോ? PC ജോർജ് NDAയുടെ പാളയത്തിലേക്ക് പോയതിൽ അത്ഭുതമില്ല. കാരണം കുറച്ചു കാലമായിട്ട് PC ജോർജ് ഇടതുപക്ഷത്തു നിന്നും UDF-ൽ നിന്നും അകന്നു നിൽക്കുകയും അതിനിശ്ചിതമായിട്ട് ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെ അല്ലെങ്കിൽ UDF-നെയും വിമർശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് PC ജോർജ്. പക്ഷേ PC ജോർജിൻ്റെ ഈ നിലപാട് ഞാൻ വേറൊരു ആംഗിളിലാണ് കാണുന്നത്. PC ജോർജ് കേരള കോൺഗ്രസിൻ്റെ MLA ആണ്. പിന്നീടാണ് അദ്ദേഹം ജനപക്ഷം എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കിയത്. സാധാരണഗതിയിൽ കേരള കോൺഗ്രസ് മാണി സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ പുലരും തോറും വളരുകയും വളരും തോറും പുലരുകയും ചെയ്യുന്നൊരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അപ്പോൾ സാധാരണഗതിയിൽ ഈ പിളർന്ന എല്ലാ കേരള കോൺഗ്രസും നേതാവിൻ്റെ പേരിൻ്റെ ബ്രാക്കറ്റിൽ അറിയപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു കേരള കോൺഗ്രസ് മറ്റൊരു പാർട്ടിയിലേക്ക് ലയിക്കുന്നത് വളരെ അപൂർവമാണ്. ഒരുപക്ഷെ ഇത് ആദ്യത്തേതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ പാർട്ടിയിലേക്ക് പൂർണ്ണമായി BJP പാളയത്തിലേക്ക് മുൻപ് PC ജോർജ് പോയിട്ടുണ്ട്. PC തോമസ് അപ്പോൾ സ്വന്തം പാർട്ടി ഉണ്ടാക്കി. PC തോമസ് BJP ചേർന്നില്ല. മുൻപൊരിക്കൽ PC ജോർജ് BJP പാളയത്തിലേക്ക് പോയി, പക്ഷെ മടങ്ങി വന്നു. ജനപക്ഷത്തെ NDAയിലേക്ക് കൊണ്ടുപോയിരുന്നു, പക്ഷെ പെട്ടെന്ന് തിരികെ പോയില്ല. PC ജോർജ് BJP അംഗമായോ? ഇല്ലല്ലോ. ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് PC തോമസ് BJP അംഗമായില്ല. പക്ഷേ ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത്. കേരള കോൺഗ്രസ്
വളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയുടെ ഒരു നേതാവ് നേരെ പോയി. അപ്പോൾ ഇതിനകത്തൊരു കാര്യം എനിക്ക് സ്വയമോട് പറയാനുള്ളത്, കേരളത്തിലെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അസ്തമയം കൂടി സൂചിപ്പിക്കുന്നതാണ് പി സി ജോർജ്. അല്ല, ഞാൻ ചോദിക്കുന്നത്, പി സി ജോർജിന് സ്വന്തം അസ്തിത്വം നഷ്ടമായി എന്ന് തോന്നിയപ്പോഴാണോ ഈ പരകായ പ്രവേശം? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. കേരള കോൺഗ്രസ്സുകൾ എപ്പോഴും പിളർന്ന് നിൽക്കുന്ന ഒരു ടെൻഡൻസിയുള്ളൊരു പാർട്ടിയാണ്. അപ്പോൾ വളരും തോറും പിളർന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ പിളർപ്പെന്ന് പറയുന്നത് വളർച്ചയുടെ ഒരു പ്രീ റിക്വസിറ്റാണ്. അപ്പോൾ വളരാൻ പോകുന്നതിൻ്റെ സൂചനയാണ് പിളരുന്നത്. അതാണ് വാണി സാർ പറഞ്ഞത് സത്യമാണ്. കാരണം കേരള കോൺഗ്രസ് 64 രൂപീകരിച്ച കേരള കോൺഗ്രസ് പിളർന്ന് ഇടതുപക്ഷത്തും വലതുപക്ഷത്തും പല പാർട്ടികളായിട്ട് പോയി. ആന്റണി രാജുവിന് പോലും മന്ത്രിയാവുന്ന ഒരു സാഹചര്യം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടായില്ലേ? കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയം കണ്ടുപിടിക്കേണ്ട ഒന്നാണ്. കാരണം എപ്പോഴും അധികാരത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ഒരു കഷ്ണം ഉണ്ടാവും അവിടെ. അതാണ് ഞാൻ പറഞ്ഞപ്പോൾ ഇടതുപക്ഷത്ത് തന്നെ ഗണേശൻ്റെ കേരള കോൺഗ്രസ് ഉണ്ട്. അതെ, പിന്നെ ആന്റണി രാജുവിൻ്റെ കേരള കോൺഗ്രസും ഗണേശൻ്റെ കേരള കോൺഗ്രസും തമ്മിലുള്ള പിന്നെ ഒരു താത്വികമായ വ്യത്യാസം എന്താണ്? എന്ത് പ്രത്യയശാസ്ത്രപരമായ അല്ലെങ്കിൽ എന്ത് രാഷ്ട്രീയ മുദ്രാവാക്യമാണ്? ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഓരോ MLA-മാരുള്ളവരൊക്കെ പാർട്ടിയായി മന്ത്രിസ്ഥാനത്തെത്തുകയും വിലപേശുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ സ്വന്തം പാർട്ടി പിരിച്ചുവിട്ട് BJP-യിലേക്ക് പി സി ജോർജ് മാറി എന്ന് പറഞ്ഞതിന് അർത്ഥം കേരള കോൺഗ്രസിൻ്റെ വളർച്ച മുരടിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വളർച്ച നിശ്ചലമാകുന്നു എന്നുള്ളതിൻ്റെ ആദ്യത്തെ സൂചനയാണ് ഇതാണ്. 2 ദിവസം മുമ്പ് ഞാൻ പി സി ജോർജിനെ വിളിച്ചിരുന്നു. പി സി ജോർജുമായിട്ട് നേരിട്ട് സംസാരിച്ചു. അപ്പോൾ ഈ BJP-യിലേക്കുള്ള പ്രവേശനം ഏകദേശം മനസ്സിൽ ഉറപ്പിച്ച് നിൽക്കുന്ന ഘട്ടത്തിലാണ്. പി സി ജോർജിനോട് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് പുള്ളിക്ക് ക്ലാരിറ്റി ഉണ്ട് എന്ന് മാത്രമല്ല, പിണറായി വിജയനെ ഞാൻ മര്യാദ പഠിപ്പിക്കും എന്നുള്ള ശൈലിയിലാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. അപ്പോൾ ആ വാക്കുകൾക്ക് പിന്നിൽ മറ്റൊരു ശക്തി ഉണ്ടല്ലോ എന്ന് ഞാൻ സാധാരണ പി സി ജോർജ് പറയുന്നത് എതിരാളിയെ വെല്ലുവിളിക്കുന്ന ഒരു ശബ്ദത്തിലാണെങ്കിൽ, ഇവിടെ പിണറായി വിജയനെ ഇങ്ങനെ വിട്ടാൽ പോരാ എന്നുള്ള ഒരു കലിപ്പൻ ശബ്ദമായിരുന്നു. ചുരുക്കത്തിൽ മുമ്പ് തന്നെ BJP നേതൃത്വവുമായി സംസാരിക്കുകയും പി സി ജോർജിനെ എന്തോ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നതായി നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യുന്നു. ഏറ്റവും ഒടുവിലത്തെ സംഭവ വികാസങ്ങൾ നോക്കുമ്പോൾ ഷോൺ ജോർജ് പരാതി കൊടുത്തിരുന്നത് പ്രത്യേക ഫ്രോഡ് ആക്ടിവിറ്റി ഡിവിഷനെ കൊണ്ട് കേസ് പരിശോധിക്കണമെന്നായിരുന്നു വീണ വിജയൻ്റെ. അതിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങി. വീണ വിജയന് മേൽ കുരുക്കുമുറുകി. ഷോൺ ജോർജിൻ്റെ പരാതിയിന്മേൽ സത്വര നടപടി വന്നു. പി സി ജോർജ് ദില്ലിയിൽ നിന്നിപ്പോൾ മടങ്ങുന്നത് BJP-യുടെ ഒരു അനുയായിയായി മാത്രമല്ല ഒരു നേതാവായാണ്. ഇത് പിണറായി വിജയൻ അപകടമല്ലേ? പിണറായി വിജയൻ്റെ അപകടം പി സി ജോർജിൻ്റെ ഭാഗത്തു നിന്നല്ല. ഒരുപക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അപകടം നേരിടേണ്ടി വരുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ചില ആളുകളിൽ നിന്ന് തന്നെയാണ്. ഉദാഹരണത്തിന് ഇന്ന് AK ബാലൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. AK ബാലൻ പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇത് നേരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലേക്ക് വിട്ടു എന്നുള്ളതാണ്. അതിന് വിടാൻ പ്രേരിപ്പിച്ചത് ഷോൺ ജോർജിൻ്റെ പരാതി തന്നെയാണ്. അല്ല, ഷോൺ ജോർജും പി സി ജോർജും ദില്ലിയിലായിരുന്ന ഇതേ ദിവസം തന്നെയാണ് ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. അല്ല ശ്രീമനെ, ഞാൻ പറഞ്ഞു വന്നത് ഈ കേസ്, അതായത് ഈ ഷോൺ ജോർജ് കൊടുത്ത കേസ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചിലേക്ക് ഈ കേസ് വന്നിരുന്നു എങ്കിൽ അദ്ദേഹം പരമാവധി 2-3 മാസത്തിനകം ഇൻവെസ്റ്റിഗേഷൻ നടത്തി റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെടുന്നൊരു ജഡ്ജ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ആശ്വാസമാണ് കിട്ടിയിരിക്കുന്നത്. എങ്ങനെ? 8 മാസത്തെ കാലാവധിയാണ് കൊടുത്തിരിക്കുന്നത്. 8 മാസത്തെ കാലാവധിക്കകത്ത് അത്രയും അദ്ദേഹത്തിന് ടൈം നീട്ടിക്കിട്ടുകയാണ്. ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചിൽ ഈ കേസ് വന്നാൽ പ്രതികൂലമായ ഒരു വിധി പെട്ടെന്നുണ്ടാകുന്ന ഒരു അപകടത്തിൽ നിന്നും യഥാർത്ഥത്തിൽ പിണറായി വിജയൻ രക്ഷപ്പെടുകയാണ് ചെയ്തതെന്നുള്ളതാണ് നമുക്ക് ഈ കാര്യങ്ങൾ നിരീക്ഷിച്ചാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം. AK ബാലൻ പറയുന്നത് ഹൈക്കോടതി കേട്ടുകൊണ്ടിരുന്നൊരു കേസിൽ നിന്ന് പെട്ടെന്ന് ഇത് വിട്ടതിൽ ദുരുദ്ദേശമുണ്ടെന്ന്. യഥാർത്ഥത്തിൽ അത് പിണറായി വിജയൻ അനുകൂലമായിട്ടാണ്. ഈ 8 മാസത്തെയെങ്കിലും ആശ്വാസമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് കിട്ടും. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ AK ബാലനാണെങ്കിലും ശരി, EP ജയരാജൻ ആണെങ്കിലും ഒക്കെ ശരി, അവർ നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ യഥാർത്ഥത്തിൽ പിണറായി വിജയനെ സഹായിക്കുകയാണോ ദ്രോഹിക്കുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം കേരളത്തിലെ ജനങ്ങളോടാണ് ഇത് പറയുന്നതെന്ന് മനസ്സിലാക്കാതെ വായി വരുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ജനം ഇതെങ്ങനെ എടുക്കും എന്ന് അറിയാമെങ്കിൽ കേരളത്തിലെ ഇന്നത്തെ ജനങ്ങളുടെ മൈൻഡ് സെറ്റ് അറിയാവുന്ന നേതാക്കന്മാർ വളരെ സൂക്ഷിച്ചും ആലോചിച്ചും ഒക്കെ പറയത്തുള്ളൂ. പക്ഷേ ഇവിടെ അതുണ്ടായില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് പലർക്കും പൊളിറ്റിക്കൽ ഇൻ്റലിജൻസ് ഇല്ല, അതൊരു ഫാക്റ്റാണ്. അത് CPM-ലെ നേതാക്കന്മാർക്കും പൊളിറ്റിക്കൽ ഇൻ്റലിജൻസ് ഇല്ലാതാകുന്നു എന്നുള്ളതിൻ്റേതാണ് ഈ സൂചന. ഇപ്പോൾ പൊളിറ്റിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയേണ്ട അഭിപ്രായം
കൃത്യമായി സന്ദർഭം നോക്കി അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിനാണ് പൊളിറ്റിക്കൽ ഇൻ്റലിജൻസിൽ ഒരു ഘടകം. രണ്ടാമതൊരു ഘടകം എന്താണെന്ന് ചോദിച്ചാൽ എടുക്കേണ്ട തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുക്കുന്നതും പൊളിറ്റിക്കൽ ഇൻ്റലിജൻസാണ്. പൊളിറ്റിക്കൽ ഇൻ്റലിജൻസിൻ്റെ ഈ രണ്ട് ഘടകങ്ങൾ ഇതാണ്. അഭിപ്രായം പറയുന്ന സമയത്ത് പറയണം, എടുക്കേണ്ട തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുക്കണം. ഇപ്പോൾ അനവസരത്തിലാണ് പലരും പല അഭിപ്രായം പറയുന്നത്. കോൺഗ്രസ് കുറേ കാലമായിട്ട് ഇത് പറയാൻ തുടങ്ങി. CPM-ൻ്റെ നേതാക്കന്മാരും അടുത്ത സമയത്തായിട്ട് ഒരു പൊളിറ്റിക്കൽ ഇൻ്റലിജൻസ് ഈ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. അവിടെ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ PC ജോർജിനെ നിരീക്ഷിക്കാൻ. ഇതിൽ നേതാക്കൾ പൊളിറ്റിക്കൽ ഇൻ്റലിജൻസ് കാട്ടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. കാരണം EP ജയരാജൻ്റെ ഉള്ളിലിരിപ്പ് നമുക്ക് വ്യക്തമാണ്. പിണറായി വിജയനെ അനുകൂലിക്കുന്നു എന്ന ഭാവേന പലപ്പോഴും EP ജയരാജൻ നല്ല പണിയാണ് കൊടുക്കുന്നത്. തൊട്ടിപ്പുറത്ത് MP ഗോവിന്ദൻ പിണറായി വിജയനെ സൂര്യൻ്റെ കിരണങ്ങളോടൊക്കെ ഉപമിച്ച് അടുത്ത് നിന്നാൽ കരിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞങ്ങ് വർണ്ണിച്ച് മുകളിൽ കയറ്റി താഴേക്കിടുന്ന പരിപാടിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഇവരുടെ നേർക്കുനേർ പോരാടാനുള്ള ഭയം കൊണ്ട് പിണറായി വിജയനെ മറ്റു വഴിയിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ പരിഹാസ്യനാക്കുകയല്ല ചെയ്യുന്നത്. അല്ല, പിണറായി വിജയൻ അടുത്ത സമയം വരെ പിണറായി വിജയൻ മാത്രമായിരുന്നു, അല്ലെങ്കിൽ പിണറായി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിനെ കാരണഭൂതനാക്കിയത് പിന്നെ നമ്മുടെ ആനാവൂർ നാഗപ്പൻ. അതെ, അതോടുകൂടി കാരണഭൂതനായി. ഇപ്പോൾ സൂര്യനായി, ദൈവത്തിൻ്റെ വരദാനമാക്കി. വേറെ ഏതൊരു മകൻ കഴുകനുമാക്കി. അപ്പോൾ ഇതൊന്നും ഈ കോൺഗ്രസോ അല്ലെങ്കിൽ BJP-യോ അല്ല ചെയ്യുന്നത്. പിണറായി വിജയനുള്ള ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ തന്നെയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വീണ വിജയനിലെത്തി നിൽക്കുമ്പോൾ തൊട്ടു മുന്നിൽ തീർച്ചയായും പിണറായി വിജയന് കുരുക്ക് മുറുകുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷൻ ഈ കേസ് പരിശോധിക്കുമ്പോഴും കർണാടകയിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള ആദായ നികുതി വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിലുമൊക്കെ കുരുക്ക് മുറുകുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇതിൽ എത്രത്തോളം BJP നേതൃത്വം ആത്മാർത്ഥമായി ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? അല്ല, BJP നേതൃത്വം ഒരുപക്ഷേ ഈ അന്വേഷണം എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത് വരുന്ന സമയങ്ങളിലെ ആശ്രയിച്ചിരിക്കും. എന്തായാലും 2024 നടക്കുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഈ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ PC ജോർജ് ഈ NDA-യിലേക്ക് വന്നപ്പോൾ അവിടെ കിട്ടുന്ന ചില സന്ദേശങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, BJP-ആയിട്ട് അകന്നു നിന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഒരു വിഭാഗത്തിന് PC ജോർജിലേക്ക് BJP-യിലേക്ക്, അതായത് പാർട്ടിയിലേക്ക് തന്നെ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളൊരു പരീക്ഷണം കൂടി ആയിരിക്കും ഒരു പക്ഷേ BJP നേതൃത്വം നടത്തുന്നത്. ഇന്ന് PC ജോർജ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, പാമ്പ്ലാനി പിതാവിൻ്റെ അനുഗ്രഹാശിസുകളോടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിൻ്റെ പള്ളിയുമായിട്ടും സഭാ പിതാക്കന്മാരുമായിട്ടുള്ള ബന്ധം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരിക്കലും അദ്ദേഹം സഭയെ തള്ളി പറഞ്ഞിട്ടില്ല. സഭയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായപ്പോൾ പോലും ഫ്രാങ്കോയുടെ പോലും പിന്തുണ കൊടുത്ത് നിന്ന ആളാണ് PC ജോർജ്, ഫ്രാങ്കോയെ പോലും. അതാണ് ഞാൻ അടിവരയിട്ട് പറയുന്ന കാര്യം. അപ്പോൾ അവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, സഭയുടെ പൂർണ്ണ പിന്തുണ ഉള്ള ഒരാളാണ് PC ജോർജ്. അപ്പോൾ അദ്ദേഹം BJP-യിലേക്ക് വന്നപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഒരു ഭാഗത്തെ BJP-യിലേക്ക് ആകർഷിക്കാം എന്നായിരിക്കാം BJP കരുതുന്നത്. PC-യുടെ ഇന്നലകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ UDF മന്ത്രിസഭയുടെ ചീഫ് വിപ്പായിരുന്നു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ നേർക്ക് ഏറ്റവും നിശ്ചിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അപഹാസ്യനായി UDF-ൽ നിന്ന് പുറത്തുപോയി. LDF-ൻ്റെ പടിവാതിൽക്കൽ ചെന്ന് പലവട്ടം മുട്ടി, പക്ഷെ അവർ അകത്തേക്ക് കയറ്റിയില്ല. തിരികെ UDF-ലേക്ക് മടങ്ങി വന്ന രമേശ് ചെന്നിത്തലയെ ചേർത്ത് പിടിച്ച് വളഞ്ഞ വഴിയിലൂടെ UDF-ൻ്റെ ഭാഗമാകാൻ ശ്രമിച്ചു. അവിടെയും നടന്നില്ല. ഒരിടത്തും ഒരു ഗതി കിട്ടാതെ നടന്നൊടുവിൽ BJP-യിലേക്ക്, NDA മുന്നണിയിലേക്ക്, അത് BJP അംഗമായി ഇപ്പോൾ ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നലകൾ PC ജോർജിനെ വേട്ടയാടില്ലേ? അതിനകത്ത് PC ജോർജ്, നമ്മൾ ഈ നാടൻ പ്രയോഗമുണ്ടല്ലോ, താടിയുള്ള അച്ഛനെ പേടിയുണ്ടെന്നുള്ള കാര്യം. PC ജോർജിനറിയാം അദ്ദേഹത്തിൻ്റെ കളിയൊന്നും BJP നടക്കില്ല എന്നുള്ള കാര്യം. ഉമ്മൻചാണ്ടിയെ ഡിക്റ്റേറ്റ് ചെയ്തതുപോലോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ മുന്നേ നിർത്തി കളിക്കുന്നത് പോലെയൊന്നും BJP പോയൊന്നും നടക്കുന്ന കാര്യം പോലും പച്ചയ്ക്ക് വെല്ലുവിളിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും BJP-യിൽ പ്രായോഗികമല്ല. കാരണം BJP-യുടെ ഒരു സ്ട്രക്ചറിനെക്കുറിച്ചും അവരുടെ നേതാക്കന്മാരുടെ തന്ത്രത്തെക്കുറിച്ചും അവരുടെ ഒരു കാലിബറിനെ കുറിച്ചും നമ്മൾ പഠിച്ചു നോക്കിയാൽ അത്തരം ഒരു കാൽക്കുലേഷനിൽ PC ജോർജ് BJP-യിലേക്ക് പോകാൻ സാധ്യതയില്ല. മറിച്ച് PC ജോർജ് ലക്ഷ്യമാക്കുന്നത് ക്രൈസ്തവ സമുദായത്തെ BJP-യുമായിട്ടുള്ള അകൽച്ച ഇല്ലാതാക്കി തൻ്റെ രാഷ്ട്രീയ അസ്തിത്വം നിലനിർത്താനുള്ള ഒരു ശ്രമമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു BJP മുന്നേറ്റം കേരളത്തിൽ ഒരുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമാണ് തൊട്ട് മുന്നിൽ നിൽക്കുന്നത്. BJP കരുത്ത് കാണിക്കുമോ? BJP കരുത്ത് കാണിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ BJP-ക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, പൊളിറ്റിക്കൽ ഇൻ്റലിജൻസ് ഇല്ല. അതിൻ്റെ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചാൽ, അല്ല കേന്ദ്രത്തിലോ കേരളത്തിലോ? കേന്ദ്രത്തിൽ എൻ്റെ ഒരു 90%, 90% അല്ല 99% നരേന്ദ്രമോദി അല്ല, വേറെ ആരും വരാനില്ലല്ലോ. INDA സഖ്യം പോയി.
രാഹുൽ ഗാന്ധി പരിതാപകരമായ ഒരു കഥാപാത്രമായി, പരിഹാസ്യമായ കഥാപാത്രമായിട്ട് എങ്ങാണ്ടൊക്കെ നടക്കുന്നുണ്ട്, റോഡിലെങ്ങാണ്ട് നടക്കുന്നു. മനോരമയിലും മാതൃഭൂമിയിലൊക്കെ എഴുതുന്നുണ്ട്, അദ്ദേഹം വന്നു, അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ മുന്നിൽ ആരാണ്ട് ഓടുന്നു എന്നൊക്കെ പറഞ്ഞു വന്നു. അതും രാഹുൽ ഗാന്ധിക്കൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചെയ്യാൻ പറ്റില്ല. അതിനുള്ള സ്റ്റഫ് അദ്ദേഹത്തിന് ഇല്ല, അതിനുള്ള മെറ്റീരിയൽ അല്ല രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിനെ എത്ര ശ്രമിച്ചാലും നമുക്ക് അദ്ദേഹത്തിനെ കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പദവിയിലേക്ക് ഒരു സ്ഥാനാർത്ഥിയാക്കാൻ പോലും പറ്റിയില്ല. INDA ചെയ്തെന്താണ്? 85 വയസ്സ് കഴിഞ്ഞ അഴിമതിക്ക് കുപ്രസിദ്ധനായ മല്ലികാർജ്ജുന ഖാർഗെ ആകണം ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞവരുടെ തല പരിശോധിക്കണ്ടേ? ബോധമുള്ളവരാരെങ്കിലും പറയുമോ മല്ലികാർജ്ജുന ഖാർഗെ ഇന്ത്യൻ പ്രധാനമന്ത്രി? ആരെ അവഗണിച്ചുകൊണ്ടാണ്? രാഹുൽ ഗാന്ധി. അപ്പോൾ രാഹുൽ ഗാന്ധിയേക്കാൾ അവർ പ്രിഫർ ചെയ്യുന്നത് മല്ലികാർജ്ജുന ഖാർഗെയാണെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി രാഷ്ട്രീയം അവസാനിപ്പിച്ച് അദ്ദേഹം വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നു. സംഖ്യയായോ? ഞാൻ സംഖ്യയായതല്ല, ഞാൻ ഇന്ത്യൻ രാഷ്ട്രീയം വിലയിരുത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ സുയിമനെ, ഈ രാഹുൽ ഗാന്ധി എങ്ങനെ, ഏതർത്ഥത്തിലാണ് രാഹുൽ ഗാന്ധി ഒരു ഇന്ത്യൻ നേതാവായിട്ട് കണക്കാക്കാൻ പറ്റുന്നത്? ഒരു ചെറിയ ഉദാഹരണം പറയും. സെൻസ് ഉള്ളവരാരെങ്കിലും അമേരിക്കയിലും ബ്രിട്ടനിലും പോയി നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ചീത്ത പറയുമോ? മോഡിയെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം രാഹുൽ ഗാന്ധിക്കല്ല, ഇവിടെ പലർക്കും ഉണ്ടല്ലോ, നമ്മളിൽ തന്നെ പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങളാണ്. പക്ഷേ അതിവിടെയാണ് പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഇവിടെ വന്നിട്ട്, ബൈഡൻ ഇവിടെ വന്നിട്ട് ട്രംപിന് ചീത്ത പറയുമോ? എന്നാലോചിച്ച് നോക്കി, എത്ര അപക്വമായ ഒരു മനസ്സാണ് അദ്ദേഹത്തിനുള്ളത്. 2, അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ ഹിമാലയൻ ബ്ലണ്ടറല്ലേ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകണ്ടെന്ന് തീരുമാനിച്ചത്. 370-ാം വകുപ്പ് പിൻവലിച്ചതിനെതിരെ അദ്ദേഹം സ്വീകരിച്ച നിലപാട്, ഇതെല്ലാം കോൺഗ്രസിൻ്റെ കുഴി തോണ്ടുകയാണ്. അദ്ദേഹത്തിന് ഈ അപകടത്തിൽ കൊണ്ടെല്ലാം എത്തിച്ചിരിക്കുന്നതിനകത്ത് വലിയൊരു പങ്ക് ഈ KC വേണുഗോപാലിനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അങ്ങയുടെ വാക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. കാരണം കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം എടുക്കുമ്പോൾ എല്ലാ കാലത്തും ദേശീയ രാഷ്ട്രീയത്തിനൊപ്പം നിന്നൊരു സംസ്ഥാനമാണ്. കോൺഗ്രസിൻ്റെ ആ പന്താവിലൂടെ വന്നതാണ്. അപ്പോൾ എല്ലാം കേന്ദ്രത്തിൽ കോൺഗ്രസ് ശക്തമായിരുന്നു. വേറിട്ട ചിന്തകളുടെയും വിളനിലമാണ് CPM. ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലുമൊക്കെ നല്ല സാംസ്കാരിക പ്രബുദ്ധതയുള്ള ആളുകൾക്കിടയിൽ വേരൂന്നിയ പാർട്ടിയായിരുന്നു. പക്ഷെ മാറിയ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ ഇത്രയേറെ സ്വാധീനം ചെലുത്തിയിട്ടും BJPയിലേക്ക് കേരളം വഴുതിപ്പോകാത്തത്? അത് BJPക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന BJPയുടെ 2 നേതാക്കന്മാരാണ്. ഒന്ന് K. സുരേന്ദ്രനും മറ്റൊന്ന് B. മുരളീധരനും. അവർക്ക് അല്ല, ഞാൻ പറഞ്ഞത്, അവർക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ അവരുടെ കൂടെ നിർത്താൻ കഴിയുമായിരുന്നു. ഉദാഹരണത്തിന് K. സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വന്നു. ഈ ക്വാളിറ്റേറ്റീവായിട്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവായിട്ട് എന്ത് മാറ്റമാണ് BJPയിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞത്? ഒരു കാര്യം. 2, V. മുരളീധരന് 5 വർഷം കേന്ദ്രമന്ത്രിയായിരുന്നു. 5 വർഷം കേരളത്തെ പ്രതികരിച്ച് കേന്ദ്രമന്ത്രിയാകാൻ അവസരം കിട്ടിയ ഒരാൾക്ക് ഒരു ജനതയെ മുഴുവൻ തൻ്റെ കൂടെ നിർത്താനുള്ള അവസരമല്ലേ കിട്ടി. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയാം. O. രാജഗോപാൽ കുറച്ചു കാലം റെയിൽവേ മന്ത്രിയായിട്ടിരുന്നു. റെയിൽവേ മന്ത്രിയായിട്ട് O. രാജഗോപാൽ ഇരുന്നുകൊണ്ടാണ് നേമത്തെ O. രാജഗോപാലിനെ ജയിക്കാൻ കഴിഞ്ഞത്. രാജേട്ടനെ ആളുകൾക്ക് വലിയ കാര്യമായിരുന്നു. V. മുരളീധരൻ വേറൊരു ശൈലിയിലാണ് തൻ്റെ ജീവിതം ട്യൂൺ ചെയ്തെടുത്തത്. ചെറുപ്പത്തിൽ തന്നെ ദില്ലിയിലേക്ക് പോകുന്നു, ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകുന്നു, ദേശീയ യുവജന പ്രസ്ഥാനങ്ങളുടെ ഭാഗമാകുന്നു. അങ്ങനെ ഒരു ദേശീയ കാഴ്ചപ്പാടോട് വളർന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിലൊരു പ്രത്യേക പ്രാദേശിക തലങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടാൻ അദ്ദേഹത്തിന് കഴിയുമോ? സുമനെ, കേരളത്തിൽ നിന്ന് പോയി ഡൽഹിയിലെത്തി നെഹ്റുവിൻ്റെ ക്യാബിനറ്റിലെ പ്രമുഖമായ പങ്ക് വഹിച്ചിരുന്ന ആളാണ് V. K. കൃഷ്ണമേനോൻ. ഒരു സുപ്രഭാതത്തിൽ V. K. കൃഷ്ണമേനോൻ തകർന്നു. അതായത് രാഷ്ട്രീയമായി അപ്രസക്തനായപ്പോൾ പിന്നെ ജയിക്കാൻ കേരളത്തിനെയാണ് ആശ്രയിച്ചത്. ഇവിടെ നിന്ന് തിരുവനന്തപുരം ജയിച്ചാൽ അറിയാമല്ലോ V. K. കൃഷ്ണമേനോൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആര് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയാലും സംസ്ഥാനത്തുള്ള തൻ്റെ മണ്ണ് ഉറപ്പിച്ച് നിർത്തിയിട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ പോകുന്നവരാണ്. മോഡി എവിടെ നിന്നാണ് വന്നത്? ഗുജറാത്തിൽ നിന്നാണ് ശക്തി പ്രാപിച്ച് മോഡി വന്നത്, അല്ലേ? ഇപ്പോഴും ഗുജറാത്തിൽ മോദി തരംഗം ഇപ്പോഴും നിലനിൽക്കുകയല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ബുദ്ധിമാനായ ഒരു നേതാവ് സ്വന്തം ജനതയെ കൂടെ നിർത്താൻ കഴിയാത്ത ഒരാൾ ഡൽഹിയിൽ പോയി എന്താ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യം എന്താണ്? എത്ര കാലത്തേക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? അല്ല, തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റൊരു നേതാവിനെ ഉയർത്തിക്കാട്ടാൻ ആ കാലഘട്ടങ്ങളിൽ കേരളത്തിൽ BJPക്ക് ഇല്ലായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. അല്ല, അവർ ഓരോ സംസ്ഥാനത്തും ഉള്ള നേതാക്കന്മാരെ അല്ലല്ലോ ഉയർത്തിക്കാട്ടിയത്. ഓരോ നേതാക്കന്മാരെ എടുത്ത് ഉയർത്തിക്കാട്ടുകയല്ലായിരുന്നു ചെയ്തത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കടമെടുത്ത ആളുകളെ അവർ ഉയർത്തിക്കാട്ടിയത്. ഇപ്പോൾ തന്നെ ആസാമിലെ മുഖ്യമന്ത്രി ആരാണ്? BJPക്ക് തന്നെയായിരുന്നു, കോൺഗ്രസ് തന്നെയല്ലായിരുന്നു. അങ്ങനെ പലരെ അവരെടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ BJP കേന്ദ്ര നേതൃത്വം ഏൽപ്പിച്ച ഇവിടുത്തെ നേതൃത്വം BJPയുടെ ബഹുജന അടിത്തറ വികസിപ്പിക്കുന്ന കാര്യത്തിൽ പരിപൂർണമായി പരാജയപ്പെട്ടു. അതിനകത്ത് 2 കാരണമാണ് പറയുള്ളത്. മറ്റൊന്ന്, BJP ഇവിടുത്തെ ഒരു കോയിലേഷൻ പൊളിറ്റിക്സ് ഉണ്ട്, ഒരു മുന്നണി രാഷ്ട്രീയം. 67 തൊട്ട് കേരളത്തിൽ നിലനിൽക്കുന്നൊരു മുന്നണി രാഷ്ട്രീയം കേരളത്തിലുണ്ട്. ആ മുന്നണി രാഷ്ട്രീയത്തെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ UDFനും LDFനും കഴിഞ്ഞു. ഇപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രനെ പോലും മന്ത്രിയാക്കാൻ അവർക്ക് വൈമനസ്യമില്ല. ആന്റണി രാജുവിനെ മന്ത്രിയാക്കി ഇരുത്തിയില്ലേ? ഇവർക്കൊക്കെ എന്ത് ബഹുജന പിന്തുണയുള്ള? ആന്റണി രാജുവിൻ്റെ കൂടെ ആടുണ്ട്,
കടന്നപ്പള്ളി രാമചന്ദ്രനോട് ആരുണ്ട്? ഇവരുടെ കൂടെ ആളൊന്നും ഉള്ള പാർട്ടിയല്ല. അവിടെ ഒരു പ്രതിസന്ധി BJP നേരിടുന്നുണ്ട്. കാരണം അഖിലേന്ത്യാ തലത്തിൽ ഒരു ഹിന്ദുത്വ ഭാവം ഉൾക്കൊണ്ടാണ് BJPയുടെ പ്രവർത്തന ശൈലി. മിക്കവാറും ഒരു തീവ്ര ഹിന്ദുത്വം തന്നെയാണ് അവരുടെ അജണ്ട. അപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷമെന്ന് പറയാനാവാത്ത തലത്തിൽ നിൽക്കുന്നൊരു സംസ്ഥാനമാണ്. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഈ അലയൊല്ലികൾ കേരളത്തിലും നിഴലിക്കുന്നത് കൊണ്ട് ക്രിസ്ത്യൻ സമുദായ പിന്തുണയുള്ള രാഷ്ട്രീയ കക്ഷികളോ മുസ്ലിം സമുദായ പിന്തുണയുള്ള രാഷ്ട്രീയ കക്ഷികളോ NDAയിലേക്കോ BJPയിലേക്കോ പോകുന്നില്ല. അവർ LDFിലും UDFിലുമായി നിലകൊണ്ട് ഏകദേശം 50% വോട്ട് ബാങ്ക് ഹൈന്ദവ വിഭാഗത്തിൽ പല ഉപവിഭാഗങ്ങളുള്ളത് കൊണ്ട് അവരും വിഘടിച്ചൊക്കെ നിന്നു. അതിലൊരു വലിയ വിഭാഗത്തെ LDFന് ഈ കാലം അത്രയും പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. ഇപ്പോൾ അവർ അടുത്ത തന്ത്രം പയറ്റി മുസ്ലിം സമുദായത്തെ ചേർത്ത് പിടിക്കാനാണ് നോക്കുന്നത്. തൊട്ടിപ്പുറത്ത് BJP അവിടെയൊക്കെ ആശയപരമായി നമ്മൾ പുളയുന്ന കാഴ്ചകളാണ് കാണുന്നത്. അല്ല, BJPക്ക് ആശയപരമായ പുളച്ചിലൊന്നുമില്ല. കാരണം വെച്ചാൽ അവരെ ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലൊക്കെ അവരുടെ സ്വാധീനം അവരെ നിലനിർത്തുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, നിലനിർത്തുന്നുണ്ട്. മറ്റ് സ്റ്റേറ്റുകളിലെ ഇപ്പം ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള വലിയ വോട്ട് ബാങ്കുള്ള സ്ഥലത്താണ് അവർ ജയിക്കുന്നത്. അലിഗഡ് ജില്ലയിൽ വലിയ മുസ്ലിം സ്വാധീനം വളരെ കൂടുതലാണ്. അവിടെയാണ് യോഗയുടെ ആളുകൾ ഭൂരിപക്ഷത്തോടെ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് മുസ്ലിമിനെയും ക്രിസ്ത്യാനികളെയും ഒക്കെ കേരളത്തിന് പുറത്ത് നിർത്താൻ കഴിയുമെങ്കിൽ കേരളത്തിനകത്തും നിർത്താൻ കഴിയുന്ന നേതൃത്വം BJPക്ക് കേന്ദ്രത്തിലുണ്ട്. പക്ഷേ കേരളത്തിൽ അത് കഴിയാതെ വന്നതിൻ്റെ കാരണം ഞാൻ സൂചിപ്പിച്ച പോലെ ഈ കൊയിലേഷൻ പൊളിറ്റിക്സിൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളിൽ കൂടെ നിൽക്കുന്ന പ്രബലമായ ഒരു രാഷ്ട്രീയ പാർട്ടിയെ NDAയിൽ അവർ ഘടകകക്ഷിയാക്കിയിരുന്നു എങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. അബ്ദുള്ള കുട്ടിയെ BJPയിലേക്ക് ചേർക്കുകയല്ല ചെയ്യേണ്ടത്. ദേശീയ നിലപാട് സ്വീകരിക്കുന്ന മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി മുന്നണിയുടെ കൂടെ നിർത്തുകയാണ് ചെയ്യേണ്ടത്. എന്താ EMS ചെയ്തത്? മുസ്ലിം ലീഗ് വളരെ ശക്തമായി നിന്ന മുസ്ലിം ലീഗിനെ EMS പിളർത്തിയില്ലേ? പ്രതിപക്ഷ ലീഗ് ഉണ്ടായില്ലേ? അങ്ങനെയല്ലേ പ്രതിപക്ഷ ലീഗിനെ കൂട്ടി അവർ ഭരിച്ചത്? ശരിയത്ത് വിഷയം വന്നാണ് പ്രതിപക്ഷ ലീഗിനെ EMS പുറത്ത് കളഞ്ഞത്. ശരിയത്ത് ശരിയല്ല എന്ന് പറഞ്ഞത് ആദ്യം പറഞ്ഞ നേതാവ് EMS ആണ്. പിന്നീട് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ BJPക്കാർ പറയാൻ പോകുന്നത് ശരിയത്ത് മോശമാണെന്ന്. അപ്പോൾ അങ്ങ് പറഞ്ഞു വരുന്നത് ഇപ്പോൾ PC ജോർജിനെ BJPയിലേക്ക് എടുത്ത ഈ ശൈലി തെറ്റാണെന്നാണോ? അല്ല, PC ജോർജിനെ BJPയിലേക്ക് എടുത്ത ശൈലി തെറ്റാണെന്നുള്ളതല്ല. BJP ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കൂടെ നിർത്തണമെങ്കിൽ പ്രബലമായ ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ് വിഭാഗത്തെ കൂടെ നിർത്തുമോ, അതല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് പ്രാമുഖ്യമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി അതിനെ കൂടെ നിർത്തുകയാണ് ചെയ്യുന്നത്. അല്ലാതെ BJPയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകുന്നില്ല. PC തോമസ് നേരത്തെ അവിടെ മൂവാറ്റുപുഴയിൽ ആയിരുന്നു, പിന്നീട് കോട്ടയത്ത് MP ആയി മത്സരിച്ചു. PC തോമസ് വലിയൊരു കാലഘട്ടത്തിൽ NDAയുടെ ഭാഗമായിരുന്നു, NDAയുടെ ഒരു മുഖമായിരുന്നു. ആ കാലഘട്ടത്തിൽ നമ്മൾ കരുതിയത് ക്രിസ്ത്യൻ വിഭാഗത്തിലെ വലിയൊരു ഭാഗം NDAയുടെ ആഭിമുഖ്യം കാണിക്കുമെന്ന്. പക്ഷേ PC തോമസിൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അത്തരം ചിന്താഗതി തന്നെ അങ്ങ് അസ്തമിച്ചു പോയി. പിന്നീട് UDF LDF എന്നുള്ള സർക്കിളിലേക്ക് കേരളം വീണ്ടും ചുരുങ്ങി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അത്ഭുതം കാട്ടും എന്ന് ഉറപ്പിച്ചു പറഞ്ഞ BJP 6 സീറ്റ് നേടും എന്നൊക്കെ വളരെ ശക്തിയായി പറഞ്ഞു. ഒരൊറ്റ സീറ്റിൽ പോലും എത്താൻ കഴിഞ്ഞില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലൂടെ വരുമ്പോൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് BJPക്ക് ഒരു മുക്തമാകുന്ന ഒരു ഘട്ടത്തിൽ എത്താൻ കഴിയുന്നത്? അല്ല, ഈ ചോദ്യത്തിന് 2 തരത്തിൽ മറുപടി പറയാം. ഒന്ന്, PC തോമസ് PT ചാക്കോയുടെ മകനാണ്. കേരള കോൺഗ്രസിൻ്റെ സ്ഥാപകനല്ലെങ്കിലും അതിന് കാരണക്കാരനായി എന്ന് കേരള കോൺഗ്രസ് നേതാക്കന്മാർ വിശേഷിപ്പിക്കുന്ന ആളാണ് PT ചാക്കോ. ശക്തനായ രാഷ്ട്രീയ ഭാഗമായി തന്നെ മത്സരിച്ചു. അല്ല, ഞാനതാ പറഞ്ഞത്. PC തോമസ് NDAയുടെ കൂടെ നിന്നു. എനിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ PC തോമസുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റുന്ന വേറെ ഒരാളേ ഉള്ളൂ. അത് ചന്ദ്രബാബു നായിഡുവാണ്. ചന്ദ്രബാബു നായിഡു NDAയിൽ എത്ര കംഫർട്ടബിളായിട്ടിരുന്ന ആളാണെന്നറിയാം. അവസാനം ഇപ്പോൾ ചന്ദ്രബാബു നായിഡു പാർലമെൻറ്റിൽ ബഹുഭൂരിപക്ഷം മെമ്പർമാർ ആന്ധ്രയിൽ നിന്ന് വന്ന തെലുങ്കുദേശം പാർട്ടിയുടെ ആയിരുന്നു. ഇപ്പം 3 പേരുമായിട്ട് നിൽക്കുക. ചന്ദ്രബാബു നായിഡു ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ നരേന്ദ്രമോദി ഒരു അപ്പോയിൻമെൻറ്റിനായിട്ട് നടക്കുകയാണ്. അദ്ദേഹം ഏത് സമയത്ത് വിളിച്ചാലും ചെല്ലാൻ തയ്യാറാണ്. കാരണം അല്ലെങ്കിൽ അദ്ദേഹം അപ്രസക്തനാവും, അപ്രത്യക്ഷനാവും. അപ്പം PC തോമസ് കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം, ആ മണ്ടത്തരത്തിനെയാണ് PC ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹം NDA വിട്ട സമയം മോശമായിരുന്നു. PC തോമസ് NDAയിൽ നിലനിന്നിരുന്നു എങ്കിൽ
കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മുഴുവൻ PC തോമസിനോടൊപ്പം നിൽക്കുകയും വിലപേശാൻ കഴിയുന്ന ശക്തമായൊരു ക്രിസ്ത്യൻ പാർട്ടി ഉണ്ടാക്കി PC തോമസിന് NDAയിൽ ഘടകകക്ഷിയാകാനോ അല്ലെങ്കിൽ കേരളത്തിലുണ്ടാകാവുന്ന ഒരു ഗവൺമെൻറ്റിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കാനോ PC തോമസിന് കഴിയുമായിരുന്നു. അതിന് സ്വയം അപ്രസക്തനായതാണ്. ദേശീയ രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ കേരളത്തിൽ സ്വാധീനം ചെലുത്തുന്നത് പ്രാദേശിക വിഷയങ്ങളാണ്, പ്രത്യേകിച്ച് ഭരണവിരുദ്ധത. UDFും LDFും കാലാകാലങ്ങളിൽ മാറിയും തിരിഞ്ഞും അധികാരത്തിലെത്തിയത് ആ ഭരണവിരുദ്ധത ഉയർത്തിക്കാട്ടിയാണ്. ഈ കഴിഞ്ഞ കാലഘട്ടം ഒഴിച്ചാൽ, പിണറായി വിജയൻ്റെ 2ാം ഭരണം ഒഴിച്ചാൽ, ഈ ഭരണവിരുദ്ധത ഒരു തരത്തിലും BJPക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. ഭരണവിരുദ്ധത BJPക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത 2 കാരണമുണ്ട് സോമിന്. ഒന്നാമത്തെ കാര്യം, ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ BJP ഇപ്പോൾ ഈ വരാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ BJP അവർ അവകാശപ്പെടുന്നത് അവർക്ക് 5 സീറ്റ് ജയിക്കാം, 3 സീറ്റ് ജയിക്കാം, ഒക്കെ ആയിക്കോട്ടെ, അവകാശവാദമൊക്കെ എന്തെങ്കിലും ഒക്കെ ആയിക്കോട്ടെ. പക്ഷേ ജനങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് കൃത്യമായിട്ട് അവർ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഉദാഹരണത്തിന് ഒരു പക്ഷേ തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഒരു ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം സ്വയം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, P. ബാലചന്ദ്രൻ എന്ന് പറയുന്ന CPI നേതാവ് അത് എഴുതിയ ഫേസ്ബുക്ക് കമൻറ്റ് ഞാൻ വായിച്ചാണ്. വളരെ നിർഭാഗ്യകരമായിരുന്നു. ഒരിക്കലും അങ്ങനെയൊന്നും എഴുതാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം എഴുതിയത്. അവസാനം എന്താ സംഭവിച്ചത്? ഒരു MLA പറയാൻ പറ്റുന്ന ഭാഷയിലാണ് വിമർശിച്ചത്. ഞാൻ ആ വിമർശനം കേട്ട് ഞെട്ടിപ്പോയി. ഇത്ര രൂക്ഷമായി വിമർശിക്കപ്പെട്ട, ഇത്ര രൂക്ഷമായി അപമാനിക്കപ്പെട്ട ഒരു MLA ഇല്ല. ഈ MLAയെ സഹായിക്കാൻ ഈ വിമർശനം ഇത്രയൊന്ന് കുറക്കണം എന്ന് പറയാൻ പോലും CPIയിലോ CPMലോ ആരെങ്കിലും വന്നു. ഇത് ശരിയല്ല എന്നൊന്ന് പറയാൻ ബാലചന്ദ്രൻ പറഞ്ഞ തെറ്റ്. പക്ഷേ ബാലചന്ദ്രനെതിരെയുള്ള വിമർശനത്തിന് എതിരായി പോലും ആരും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ജനങ്ങളുടെ മൈൻഡ് സെറ്റ് മാറിയത് കാണാതെ പോയിട്ട് കാര്യമില്ല. അതൊരു ഫാക്റ്റാണ്. ആ മൈൻഡ് സെറ്റിൻ്റെ മാറ്റത്തിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത് UDF LDF ആണ്. ഇവിടെ ശക്തമായൊരു ഹിന്ദു തീവ്രവാദ നിലപാട് ഹിന്ദുക്കളുടെ മനസ്സിലുണ്ടായെങ്കിൽ അതിന് കാരണക്കാർ UDF LDF ആണ്, BJP അല്ല. അതിനെ പറ്റിയ ഇന്ധനം കേന്ദ്ര സർക്കാരും മോദിയും BJP കേന്ദ്ര നേതൃത്വവും ഒക്കെ ഇട്ടുകൊടുക്കുന്നു. അയോധ്യയിലെ രാമക്ഷേത്രം അവർ ഫലപ്രദമായി ഉപയോഗിച്ചു. ആ രാമക്ഷേത്ര വിഷയം ജനങ്ങളിലേക്ക് വർഗീയമായ തലത്തിൽ അവതരിപ്പിക്കുന്നതിൽ LDF നന്നായി കളിച്ചു. അപ്പോൾ ഫലത്തിൽ ഇത്തരം വിഷയങ്ങളൊക്കെ അല്ലേ ജനങ്ങളുടെ മനസ്സിൽ. രാമക്ഷേത്ര വിഷയം ആരാണ് ആദ്യം രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചത്? ഞാൻ പറയട്ടെ, രാജീവ് ഗാന്ധി അല്ലേ? 1986 ശിലാന്യാസം നടത്തിയ രാജീവ് ഗാന്ധി അല്ലേ? 89 86 89 ഇലക്ഷൻ ആയി കഴിഞ്ഞു. അല്ല, 89 ശിലാന്യാസം കഴിഞ്ഞു. ഓക്കെ, ശിലാന്യാസം ഓക്കെ 89. അപ്പം 89 ആ ശിലാന്യാസം നടത്തിയത് ആണല്ലോ BJP ഒരു പൊളിറ്റിക്കൽ വിഷയം ഏറ്റെടുത്തതെന്നാണ്. 1989 90-ലാണ് അല്ല 89 BJPയുടെ പാലംപൂർ സമ്മേളനത്തിലാണ് രാമക്ഷേത്രം ഉയർത്തിക്കാട്ടാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ 84 BJPക്ക് എത്ര MLAമാരുണ്ട്? MP-മാരുണ്ട്, 2 MP-മാരുണ്ട്. 89 വന്ന തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ 84 MP-മാരായിട്ട് എവിടെ അത് വന്നപ്പോൾ അത് രാമക്ഷേത്രം നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് BJP കോൺഗ്രസ് ശിലാന്യാസം നടത്തിയതിന് ശേഷമാണ് BJP ഈ വിഷയം എടുക്കുന്നതും അവർ രാമക്ഷേത്രം ഒരു പൊളിറ്റിക്കൽ വിഷയമായിട്ട് എടുക്കുന്നതിനെ 1990-ലാണ്. അതിനെ എങ്ങനെയാണ് VP സിംഗ് കൗണ്ടർ ചെയ്ത്? അദ്ദേഹം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കി. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഹിന്ദു പാർട്ടിയാണ്, BJPയെ മണ്ഡലിലൂടെ തകർക്കാം. അപ്പോൾ മണ്ഡലും കമണ്ഡലുമായിട്ടുള്ള ഇലക്ഷൻ വന്നു. അവിടെ എന്ത് പറ്റി? UPയിൽ അവസാനം വന്നപ്പോൾ UPയിൽ കല്യാൺ സിംഗിൻ്റെ ഗവൺമെൻറ്റാണ് വന്നതെന്ന് മനസ്സിലാക്കണം. UPയിൽ ആദ്യം വന്ന BJP ഗവൺമെൻറ് കല്യാൺ സിംഗിൻ്റെ ഗവൺമെൻറ്റാണ്. അപ്പോൾ രഥയാത്ര അറസ്റ്റ് ചെയ്തോടുകൂടി VP സിംഗ് താഴെ പോയി. പിന്നീട് വന്ന ഇന്ന് വരെയുള്ള ചരിത്രം സ്വയമെന്ന് പരിശോധിച്ച് നോക്കിയാൽ, ഈ വിധി വരെയുള്ള ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ രാമക്ഷേത്രത്തിനെ ഫലപ്രദമായി വിനിയോഗിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങളൊക്കെ CPM എടുത്തിട്ടില്ലേ? തലശ്ശേരി കലാപത്തിൻ്റെ പേരിൽ അവർ പറയുന്നില്ലേ മുസ്ലിങ്ങളുടെ ജീവൻ രക്ഷിച്ചത് ഞങ്ങളാണ്. ഇനി അതവിടെ നിൽക്കട്ടെ. രാമക്ഷേത്രം തകർത്തതിനെക്കുറിച്ച് വിലപിക്കുന്ന ആളുകൾ ഹാദിയ സോഫിയ ക്രിസ്ത്യൻ ദേവാലയമല്ല, അതിവിടെയല്ലോ, എവിടെയും ആയിക്കോട്ടെ. നീ ലോകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും നടന്നാൽ ഇവിടെയല്ലേ കരച്ചിൽ? അറ്റാക്ക് നടന്ന ഇവിടെ ആയിരുന്നു. ഹൂതികളുമായിട്ടുള്ള കലാപം അല്ല, ഹമാസുമായിട്ടുള്ള കലാപം ഒന്നും ഇവിടെ അല്ലല്ലോ നടന്നത്. ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഇവിടെ കണ്ട് കലാപം നടന്നു. ഹമാസിൻ്റെ അപ്പോൾ ഇവിടെ നടന്ന കാര്യമൊന്നും അല്ലല്ലോ ഇവരെടുക്കുന്നത്. ഇപ്പോൾ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ BJPക്ക് കഴിഞ്ഞുവെങ്കിൽ ഇവിടെ കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായ ഏറ്റവും വലിയ അക്ഷന്തവ്യമായ അപരാധം എന്താണെന്ന് വെച്ചാൽ അവരുടെ വോട്ട് ബാങ്ക് അവർ തന്നെ നഷ്ടപ്പെടുത്തി. അപ്പോൾ അങ്ങ് പറയുന്നതിലൊരു വൈരുദ്ധ്യമുണ്ട്. കോൺഗ്രസ് അവരുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. BJPക്ക് ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിനുള്ള സാധ്യതയുമില്ല. അപ്പോൾ വീണ്ടും സാധ്യതയില്ലെന്നല്ല പറഞ്ഞത്. BJP കേരളത്തിൽ വരാൻ പോകുന്നത്, കേരളത്തിൽ 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരെ നമ്മൾ ക്ഷമാപൂർവ്വം കാത്തിരിക്കുക. അത് കഴിയുമ്പോൾ നമുക്കറിയാം ചിത്രം എന്താണ്. 2024 ഇപ്പം ജനങ്ങൾ വലിയ കൺഫ്യൂഷനില്ല. കാരണം വലിയ തോതിൽ ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നു. പ്രതിപക്ഷത്തോടും കോൺഗ്രസിനോടും ഒരു അപ്രിയ മനസ്സ് കുറേയേറെ പേർക്കുണ്ട്.
BJP വരില്ല എന്നും പറയുന്നു. ഇതിനർത്ഥം എന്താണ് എന്ന് സാധാരണ ജനങ്ങളാകെ ഒരു കൺഫ്യൂഷനിലാണ്. സാധാരണ ജനങ്ങളെ കൺഫ്യൂഷനിൽ എത്തിച്ചാൽ ഏറ്റവും വലിയ കാരണക്കാർ സ്വയമാനിക്കുള്ള ആളുകളാണ്. നിങ്ങളുടെ സോഷ്യൽ മീഡിയയല്ലേ ജനങ്ങളെ ചിന്തിക്കാൻ ആകെപ്പാടെ കുഴപ്പമുണ്ട്. പണ്ട് ആകെപ്പാടെ 2-3 പത്രം വായിക്കും, നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കും. നേതാവ് ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്, ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഞാൻ പറയില്ല. അതായത് സോഷ്യൽ മീഡിയയ്ക്ക് വലിയ സ്വാധീനമുള്ള ഒരു സംസ്ഥാനത്ത് അപ്പോൾ അല്ല ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കി വെച്ചില്ലേ? അല്ല, ആളുകൾക്ക് ആശയക്കുഴപ്പമില്ല. ആളുകൾ കൃത്യമായിട്ട് വോട്ട് ചെയ്യാൻ അറിയാം. ആളുകൾ കൃത്യമായിട്ട് വോട്ട് ചെയ്യാൻ അറിയാമെന്നുള്ളത് 2 പ്രാവശ്യം തെളിഞ്ഞു. 2019 നവോത്ഥാനം വന്നില്ലേ? നവോത്ഥാനം വന്ന് നവോത്ഥാന നായകരായിട്ടല്ലേ ഇവിടെ വന്നു. മതിൽ പണിയാൻ ആളുകളെ കൊണ്ടുവന്നു. മേശിരി ഉണ്ടായിരുന്നു, മെക്കേഡുകാരനുണ്ടായിരുന്നു. മെക്കേഡുകാരൻ മേശിരി ഇന്നെന്തി പോയില്ലേ? അവസാനം വന്നിട്ട് എന്ത് പറ്റി? 19 സീറ്റ് നഷ്ടപ്പെടുത്തിയില്ലേ? നവോത്ഥാനം നഷ്ടപ്പെടുത്തിയത് 19 സീറ്റ് അങ്ങ് പോയില്ലേ? 19 സീറ്റും കോൺഗ്രസിന് കൊടുത്ത് കോൺഗ്രസ് വല്ലതും ചെയ്തിട്ടാണ്. അപ്പോൾ അതല്ല. അതുപോലെ തന്നെ പുതുപ്പള്ളിയിൽ നേടിയ വലിയ വിജയം, അതിനപ്പുറത്തോട്ട് പിന്നെ തൃക്കാക്കര നേടിയ വിജയം. തൃക്കാക്കര കൂടി വന്നാൽ 3000 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ആര് ജയിച്ചാലും കാണൂ എന്നല്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയൊക്കെ പറഞ്ഞത്. അവിടെ 25,017 വോട്ടിന് ജയിച്ചപ്പോൾ ജനത്തിന് വോട്ട് ചെയ്യാൻ അറിയാമെന്നല്ലേ അതിൻ്റെ തെളിവ്? ജനത്തിനൊക്കെ വോട്ട് ചെയ്യാൻ. അല്ല, ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടല്ല കേരളത്തിലെ ജനങ്ങൾക്ക് പലപ്പോഴും. ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലം തൊട്ടിങ് എടുത്താൽ അടിയന്തരാവസ്ഥയിലെ ഇന്ദിരാഗാന്ധിയുടെ ഒരു തെരഞ്ഞെടുപ്പ്, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഇന്ദിരാഗാന്ധിയുടെ അനുഭവം, കേരളത്തിലെ അനുഭവം മാത്രം എടുത്താൽ മതിയല്ലോ. ഓരോ കാലഘട്ടത്തിലും ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ഒരു ശൈലി കേരളം പുലർത്തുന്നില്ല. അതിനുള്ള കാരണം എന്താ? അല്ല, അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായി ജനങ്ങൾ വിധി എഴുതിയതിൻ്റെ കാര്യം അടിയന്തരാവസ്ഥയായിരുന്നില്ല. അന്ന് കേരളത്തിലൊരു ഭരണമുണ്ടായിരുന്നു, അച്ചടക്കമുണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഓഫീസുകൾ തുറക്കും, കൈക്കൂലിയുടെ വലിയ പ്രശ്നങ്ങളില്ല, ക്രമസമാധാനം. ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ രാജ്യത്ത് ക്രമസമാധാനം നിലനിർത്തുക. ആ ക്രമസമാധാനം നിലനിർത്തിയത് കൊണ്ട് മാത്രം കിട്ടിയതാണ് 111 സീറ്റ്. 111 സീറ്റ്. അത് അച്യുതമേനോനെ പോലെ ഒരു മുഖ്യമന്ത്രി, കരുണാകരനെ പോലെ ഒരു ആഭ്യന്തരമന്ത്രി, നല്ല ഗവൺമെൻറ്റായിരുന്നു. കേരളത്തിലെ രാജൻ കേസ് നടന്നു എന്ന് ഒഴിച്ചാൽ നമ്മുടെ കേരളത്തിലെ ഭരണത്തിന് അങ്ങനെ കുറ്റമൊന്നും പറയാനില്ല. പിന്നെ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാം എന്നുള്ളതല്ലാതെ അടിയന്തരാവസ്ഥ സമയത്ത് കേരളത്തിൽ ആർക്കും ഇവിടെ അട്രോസിറ്റീസ് ഒന്നും ഉണ്ടായില്ലല്ലോ. നോർത്ത് ഇന്ത്യയിലുണ്ടായ പോലെ കുഴപ്പങ്ങളൊന്നും കേരളത്തിലുണ്ടായില്ല. അപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്തത് ആ സൽഭരണത്തിന്, അച്യുതമേനോൻ്റെ സർക്കാരിൻ്റെ സൽഭരണത്തിന് കൊടുത്ത വോട്ട്. അപ്പോൾ അങ്ങ് പറയുന്നത് കേരളത്തിലെ വളരെ പ്രബുദ്ധതയുള്ള ഒരു വോട്ടർമാരെ കുറിച്ചാണോ? കേരളത്തിലെ ജനങ്ങളുടെ പ്രബുദ്ധതയെക്കുറിച്ച് ഞാൻ പറയണമെങ്കിൽ 2024 തെരഞ്ഞെടുപ്പ് വേണം. കാരണം ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ മുന്നിൽ 2021 ഒരു തെരഞ്ഞെടുപ്പ് കിടപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാം. അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ, എനിക്ക് അത്ര വലിയ ബഹുമാനം നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻ വോട്ടർമാരോടുള്ളത് പോലെ കേരളത്തിലെ വോട്ടർമാർക്കില്ല. കാരണം കേരളം എങ്ങനെയാണ്? കേരളം വലിയ വാചകമടിക്കും, നമ്മൾ സാക്ഷരത നേടി, അത് നേടി. പൊളിറ്റിക്കൽ ലിറ്ററസി അത്ര ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഞാൻ ചെറിയൊരു ഉദാഹരണം സ്വയനോട് പറയാം. 1977 ബാലറ്റ് പേപ്പറുടെ പോളിംഗ് നടന്നപ്പോൾ റായ്ബറേലിയിൽ ഇന്ദിരയും അമേഠിയിൽ സഞ്ജയ് ഗാന്ധിയും തോക്കുകയാണ്. ഇവിടെ നിരക്ഷരനായ ഗ്രാമീണൻ പോയി സർവശക്തിയായ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കെതിരെ വോട്ട് ചെയ്യുകയാണ്. ആലോചിച്ച് നോക്കി, അമേഠിയിലെ സഞ്ജയ് ഗാന്ധിക്കെതിരെ വോട്ട് ചെയ്യണം. ഒരു സീറ്റ് കിട്ടിയില്ല UP കോൺഗ്രസ്സിന്. അപ്പം അവിടെ ഭരണവിരുദ്ധ വികാരം അത്ര ശക്തമായി. പക്ഷേ ഇവിടെയും ആരെ കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിപ്പിച്ചു വിടുന്ന ചില കോൺസ്റ്റിറ്റ്യുവൻസീസ് കേരളത്തിലില്ലേ, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ. ആരെ നിർത്തിയാലും ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്ന ഒരു സംസ്കാരം ചെറുതായിട്ടെങ്കിലും ഇവിടെ നിൽക്കുന്നു. അത്തരം വിഡ്ഢിത്തം കാണിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ. എന്തിനാണ് ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്നത്? എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയുടെ ക്വാളിറ്റി നോക്കി വോട്ട് ചെയ്യാൻ പറ്റില്ല? സ്ഥാനാർത്ഥിയുടെ ക്വാളിറ്റി വോട്ട് ചെയ്യത്തക്കവരുള്ള ഒരു മെച്യൂരിറ്റി കേരളത്തിലെ ജനങ്ങൾ ആർജിക്കാത്തടത്തോളം കാലം കേരളത്തിലെ നമ്മുടെ സാക്ഷരതയെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഏത് പാർട്ടി എന്നല്ല ഞാൻ പറയുന്നത്, നിൽക്കുന്ന സ്ഥാനാർത്ഥിയുടെ ക്വാളിറ്റി നോക്കണം. അത് ചെയ്യാൻ കഴിയാത്ത എന്ത് സാക്ഷരത, എന്ത് അവകാശവാദമാണ് പറയാൻ പറ്റും. അപ്പോൾ BJPയുടെ ഒരു മുന്നേറ്റത്തിൻ്റെ കാര്യത്തിലും പിണറായി വിജയൻ തിരികെ അധികാരത്തിലെത്തിയതിലുമൊക്കെ ഈ ജനങ്ങളുടെ ഈ ഒരു ഭാവം ഉണ്ട്. തീർച്ചയായിട്ടുണ്ട്. ഇമ്മച്യൂരിറ്റി. ഞാൻ ചോദിക്കട്ടെ, 2021 അല്ല, പക്ഷേ ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടി നമ്മൾ കണക്കിലെടുക്കാതെ പോകരുത്. കാരണം സാമുദായിക സംഘടനകൾക്കും സാമുദായിക ഇക്വേഷനുകൾക്കും കൂടുതൽ പ്രാധാന്യമുള്ളൊരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അതിൻ്റെ ചില പ്രതിഫലനങ്ങളുണ്ടാകും. തീർച്ചയായിട്ടും സാമുദായിക സംഘടനകൾക്ക് അതൊക്കെ പറയുമ്പോഴും ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് UDF ഉണ്ടെങ്കിലും മുസ്ലിം സമുദായം ഏകദേശമൊക്കെ പൂർണ്ണമായി എന്നതുപോലെ ഇടതുപക്ഷ സർക്കാരിനെ പിന്തുണച്ചു. അതിന് ചില കാരണങ്ങളുണ്ട്. CAA പോലെ മോദി സർക്കാരിൻ്റെ ചില ആളുകൾ കോവിഡ് കാലത്തെ കിറ്റിനെ കുറിച്ചും പിണറായി വിജയൻ്റെ കരുതലിനെ കുറിച്ചൊക്കെ എത്ര പറഞ്ഞാലും ദേശീയ രാഷ്ട്രീയത്തിനെതിരെ, BJPയുടെ നയങ്ങൾക്കെതിരെ, സംഘപരിവാറിനെതിരെ ശക്തമായി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM എന്നും ആ ഒരു ഇടതുപക്ഷ ശക്തി കേരളത്തിലുണ്ടെന്നും അതുകൊണ്ട് തന്നെ സംഘപരിവാറിൻ്റെ ആക്രമണം ഞങ്ങൾ ചെറുത്തു നിർത്തുമെന്നും
പലവട്ടം ജനങ്ങളിലേക്ക് ഒരു പ്രത്യേക സമുദായത്തിലേക്ക് എത്തിക്കാൻ പിണറായി വിജയനും ആ സർക്കാരിനും കഴിഞ്ഞിരുന്നു. പ്രത്യേക സമുദായത്തിലേക്ക് തന്നെ മുസ്ലിം സമുദായത്തിൽ മുസ്ലിം പക്ഷേ സമുദായത്തിൽ അവിടെ കേരള കോൺഗ്രസിലെ ജോസഫ് വിഭാഗം UDF നിന്നപ്പോൾ ഇപ്പുറത്തെ കേരള കോൺഗ്രസിലെ മാണി വിഭാഗത്തെ ഒരു വിഭാഗം ക്രിസ്ത്യൻ സമൂഹത്തെ കൂടി ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവന്നു. അത്തരം രാഷ്ട്രീയ തന്ത്രങ്ങളൊന്നും UDF മെനഞ്ഞില്ല. അല്ല, ആ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ ഇപ്പോൾ അതിനകത്തുനിന്ന് വന്നൊരു സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ പിന്നെ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തേക്ക് വന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് വലിയ കാര്യമൊന്നും സംഭവിച്ചില്ല. മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തേക്ക് വന്നുള്ളതുകൊണ്ട് പക്ഷേ പല സ്ഥലങ്ങളിലും നേരിയ തോതിലെങ്കിലും വോട്ട് വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും അത് മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തേക്ക് വന്നപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂട്ടി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഈ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് അതും ഇടതുപക്ഷത്തിൽ എത്ര കാലം നിൽക്കും, വരാൻ പോകുന്നത് നമ്മളിനി കണ്ടറിയേണ്ട കാര്യമാണ്. അത് കണ്ടറിയേണ്ട. ഞാൻ പറഞ്ഞു വന്നത്, ഒരു പൊളിറ്റിക്കൽ പാർട്ടി എടുക്കുന്ന ഒരു സ്റ്റാൻഡ് ഇന്നിപ്പോൾ നമുക്ക് ഗുണകരമായി, നാളെ അത് ഗുണകരമാവില്ല അല്ലെങ്കിൽ ആകുമോ എന്ന് നമുക്ക് കണ്ടറിയണം. ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇടതുപക്ഷം സ്വീകരിച്ചൊരു നിലപാടിന് ശേഷമാണ് പാലാ ബിഷപ്പിനുണ്ടായ ബുദ്ധിമുട്ട്. പാലാ ബിഷപ്പ് എന്താ പറഞ്ഞത്? പാലാ ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസികളോടല്ലേ പ്രസംഗിച്ചത്. അതിനെതിരെ എന്തിനാണ് അദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്തത്? അദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്തപ്പോൾ കേരള കോൺഗ്രസ്സുകാരടക്കം എന്തെങ്കിലും ഇതിൻ്റെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും ചെയ്തു? അത് ഇലക്ഷൻ ഈ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം അതുകൊണ്ട് കേരളത്തിൽ വരാൻ പോകുന്ന ഒരു മാറ്റി 24-ലെ തിരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ഞാൻ കണക്ക് കൂട്ടുന്നത് തീർച്ചയായിട്ടും UDFന് മേൽക്കൈ കിട്ടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. UDFന് മേൽക്കൈ കിട്ടും. കാരണം എന്താണെന്നറിയാം, ഇനി പിണറായി വിജയൻ്റെ വീഴ്ചയിലേക്കാണോ കാര്യങ്ങളുടെ ഒരു പോക്ക്? പിണറായി വിജയനെ അങ്ങനെ പെട്ടെന്ന് വീഴ്ത്താൻ നടക്കുകയില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, പിണറായി വിജയൻ്റെ നിയന്ത്രണത്തിലാണ് CPM-നെ പിണറായി വിജയൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവരിക അത്ര എളുപ്പമല്ല. രണ്ട്, CPM-ൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. CPM എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിയാണ്. ആദ്യത്തെ CPM-ൻ്റെ സെക്രട്ടറി CH കണാരനാണ്. ഇപ്പം അവസാനം ഇപ്പോൾ ഇരിക്കുന്ന സെക്രട്ടറി പിന്നെ ശ്രീ ഗോവിന്ദനുമാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത്, ഈ CPM എന്ന് പറയുന്നൊരു ഒറ്റയാൻ പാർട്ടിയാണ്. പാർട്ടി സെക്രട്ടറി എന്ത് തീരുമാനിക്കുന്നു അതാണ് പാർട്ടിയുടെ തീരുമാനം. വേറെ ചോദ്യങ്ങളൊന്നുമില്ല. അവർക്ക് തീർച്ചയായിട്ടും പിന്നെ പോളിറ്റ് ബ്യൂറോ ഉണ്ടെന്നോ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടെന്നോ സെക്രട്ടേറിയറ്റ് ഉണ്ടെന്നൊക്കെ പറയുമെങ്കിലും അവസാന തീരുമാനം പാർട്ടി സെക്രട്ടറി. പാർട്ടി എത്ര പിണറായി വിജയനെ പരിരക്ഷിച്ചാലും കേന്ദ്ര സർക്കാർ, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശക്തമായ ചില നീക്കങ്ങൾ നടത്തി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ സത്യമാണ് എന്ന് തെളിയിച്ചാൽ അത് പിണറായി വിജയൻ്റെ വീഴ്ചയിലെ കലാശിക്കൂ, PC ജോർജ് പറയുന്നത് പോലെ. തീർച്ചയായിട്ടും. അല്ല, പിണറായി വിജയൻ്റെ വീഴ്ചയിൽ ഇപ്പോൾ സീരിയസ് ഫോർവേഡ് ഇൻവെസ്റ്റിഗേഷൻ വരുന്നുണ്ട്. അതിനകത്ത് പിന്നെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിനകത്ത് അവരെ പറഞ്ഞത് അതായത് കരിമണൽ കർത്ത തന്നെ പറഞ്ഞിരിക്കില്ലേ കൈക്കൂലി കൊടുത്തിരിക്കുന്ന ആളുകൾ. അതിനകത്ത് പിന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറയുന്നു അവർ വാങ്ങിച്ചിരുന്നു എന്ന് പറയുന്നു. പിണറായി വിജയൻ പറഞ്ഞു അദ്ദേഹം വാങ്ങിച്ചില്ല എന്ന് പറയുന്നു. എന്തായാലും ശരി, ഇതൊരു നിസ്സാര കാര്യമല്ലത്. അത് വളരെ സീരിയസ് ആയ ഒരു കാര്യം തന്നെയാണ്. കാരണം ഇതെല്ലാം ഡോക്യുമെൻ്ററി എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന വാദങ്ങളും പ്രതിവാദങ്ങളുമാണ്. അപ്പോൾ PC ജോർജിൻ്റെ ഈ കടന്നുവരവും BJPയുടെ ഇനിയുള്ള പ്രവർത്തനങ്ങളും നമ്മൾ ശരിക്കും ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കേണ്ടിയിരിക്കും. തീർച്ചയായിട്ടും PC ജോർജിൻ്റെ ഈ കടന്നുവരവ് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു വിഭാഗത്തെ BJPയിലേക്ക് ചേർത്ത് നിർത്തുന്നതിൽ ആദ്യത്തെ കാൽവെപ്പ് അതിലൂടെ അവർക്ക് നടത്താൻ കഴിയും. കണ്ണും മൂക്കൊന്നും ഇല്ലാത്ത PC ജോർജിനെ മുന്നിലിട്ട് BJPക്ക് ഇനി എന്ത് കളിയും കളിക്കാം. അല്ല, PC ജോർജ് ഞാൻ ചോദിക്കട്ടെ, PC ജോർജ് കണ്ണും മൂക്കൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ PC ജോർജ് സ്വതന്ത്രമായിട്ട് ജയിച്ചാണ് അവിടെ. അതല്ല, കണ്ണും മൂക്കും ഇല്ലാത്ത ആക്രമണങ്ങൾ, ഇരുട്ടടി കൊടുക്കാനൊന്നും ഒരു മടിയില്ല രാഷ്ട്രീയ എതിരാളികൾക്ക്. അല്ല, അതാണല്ലോ PCയുടെ ട്രേഡ് മാർക്ക് തന്നെ. PCയുടെ ട്രേഡ് മാർക്ക് തന്നെ അതാണല്ലോ. കൂടോത്രം മുതൽ എല്ലാ തന്ത്രങ്ങളും കൂടോത്രം മുതൽ എല്ലാ തന്ത്രങ്ങളും പരീക്ഷിച്ച PC ജോർജിനെയല്ലേ അവരെ ഇടതുപക്ഷത്തെയും വലതുപക്ഷയും അല്ലെങ്കിൽ LDFിലെ UDFിലെ സ്ഥാനാർത്ഥികളെ തോപ്പിച്ചുകൊണ്ട് ജയിപ്പിച്ചത് അല്ലേ? അപ്പോൾ അതൊക്കെ ജനങ്ങൾക്ക് അറിയത്തില്ലേ? അന്നും PC ജോർജ് തന്നെയല്ലേ? അപ്പോൾ PC ജോർജിന് മാറ്റമൊന്നും വേണ്ട. പക്ഷേ PC ജോർജിൻ്റെ വരവ് തീർച്ചയായിട്ടും BJPയെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഒരു വിഭാഗവുമായിട്ട് ചേർക്കാൻ അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ചർച്ചുമായിട്ട് BJPക്ക് കൃത്യമായി ചർച്ചകൾ നടത്താനുള്ള ഒരു ഗ്രൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ PC ജോർജിൻ്റെ വരവ് തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട്. കാളയുടെ തലയിൽ കൂടോത്രം ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണ് PC ജോർജ് എന്നാണ് നമ്മുടെ മധ്യ തിരുവിതാംകൂർ വിശേഷിപ്പിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അതെ, ഞാൻ പറഞ്ഞു വന്നത്, കേരള കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ചേരാൻ അവർ പറ്റിയ ഏറ്റവും നല്ല നേതാവ് PC ജോർജ് തന്നെയാണ്. അല്ല, മറ്റൊന്ന്, ഈ K. സുരേന്ദ്രനെയും V. മുരളീധരനും ഒക്കെ എടുത്താൽ അവർ വളരെ മാന്യമായ രീതിയിലാണ് പിണറായി വിജയനെതിരെ പ്രതിഷേധിക്കുന്നത്. PC ജോർജിനെ സംബന്ധിച്ച് ആ മാന്യത ഒന്നും നോക്കേണ്ട കാര്യമില്ല.
അല്ല, ഈ പ്രതികരണത്തിന് 2-3 ഘടകമുണ്ട്. ഒന്ന്, നിയമസഭയിൽ വി.ഡി. സതീശൻ പ്രതികരിക്കുന്നതും മാത്യു കുഴൽനാടൻ പ്രതികരിക്കുന്നതും നമ്മൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്യു കുഴൽനാടൻ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ മാത്യു കുഴൽനാടനെതിരെ ശക്തമായി മുഖ്യമന്ത്രി മറുപടിയും പറഞ്ഞു. പക്ഷേ വി.ഡി. സതീശനെ വളരെ മനോഹരമായ പ്രസംഗം നടത്തുന്നുണ്ട്. ഈ പ്രസംഗവും നിയമസഭയിലെ വാദങ്ങളും നിയമസഭയിൽ ഉയർത്തുന്ന വാദമുഖങ്ങളും നമുക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം മാത്യു കുഴൽനാടനെ ഒഴിച്ചു നിർത്തിയാൽ എത്ര MLA-മാരുടെ പേര് സോയ്മൻ തന്നെ ഓർമ്മയുണ്ട് കോൺഗ്രസ്. പക്ഷേ നല്ല കഴിവുള്ള, ഇപ്പോൾ V.C. വിഷ്ണുനാഥിനെ പോലെയുള്ള, നല്ല ഷാഫി പറമ്പലിനെ പോലെ നല്ല ഫാക്ട്സ് വെച്ച് സംസാരിക്കാൻ കഴിവുള്ള ഒരുപാട് യുവ നേതാക്കൾ UDF-ലും കോൺഗ്രസിലും ഒക്കെ ഉണ്ട്. പക്ഷേ എന്തോ ഒരു ഭയം എല്ലാവരും പിടികൂടിയിട്ടുണ്ട്. ഞാൻ അതാണ് പറഞ്ഞത്, നിർഭയത്വത്തിനല്ലോ ജനങ്ങൾ അംഗീകരിക്കുന്നത്. അപ്പോൾ ആ നിർഭയത്വമാണോ PC ജോർജിൻ്റേത്, അതോ PC ജോർജിൻ്റേത് ഒരു അവിവേകമാണോ? അല്ല, PC ജോർജിൻ്റെ എന്തായാലും നിർഭയത്വം തന്നെയാണ്. കാരണം മാത്യു കുഴൽനാടൻ നിർഭയത്വം കാണിക്കുന്നുണ്ടല്ലോ, അതിന് സംശയിക്കേണ്ട കാര്യമില്ല. ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആൾക്ക് എന്ത് ഭയം? അതാണോ ഇനി PC ജോർജിൻ്റെ കാര്യത്തിൽ? PC ജോർജ് എന്ത് ആത്മഹത്യ? ഈ വരാൻ പോകുന്ന നാളുകളിൽ PC ജോർജിന് കേരള രാഷ്ട്രീയത്തിലെ ഉള്ള സ്വാധീനം വർദ്ധിപ്പിക്കുന്നതായിട്ടായിരിക്കും കാണുന്നത്. സ്വയം അത് കാത്തിരുന്ന് നോക്ക്. PC ജോർജ് എടുത്ത തീരുമാനം ഒരു വിഡ്ഢിത്തമാണ് എന്ന് ഞാൻ പറയുന്നില്ല. മാറാൻ പോകുന്ന സാഹചര്യം, ഇന്ത്യൻ പൊളിറ്റിക്സ് മാറുകയാണ്, കേരള രാഷ്ട്രീയം മാറുകയാണ്. 2024 തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം പാർലമെൻറ്റ് സീറ്റും കോൺഗ്രസിന് കിട്ടുമെന്നുള്ള കാര്യം തർക്കമില്ല. 2024 മോഡി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതോടുകൂടി സംശയിക്കേണ്ട കാര്യമില്ല, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം BJP-യിലേക്ക് ചേർന്നിരിക്കും. നമ്മൾ ചർച്ച ഇന്നലെ നടന്നത്, തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണാം. വളരെ നന്ദി പ്രൊഫസർ കോന്നി ഗോകുമാർ. നന്ദി, നമസ്കാരം.